ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത് ഒരു മുട്ട കബാബ് റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്. ഇതിന് ഒരു സവാള അത് പൊടിയാക്കി ഞാൻ അരിഞ്ഞതാണ്. ഇത്തിരി മല്ലിയില, 4 പച്ചമുളക്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്, അതായത് വെളുത്തുള്ളി പേസ്റ്റ് രണ്ടുണ്ട്. വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്. പിന്നെ ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത്ര ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഒരു 4 പൊട്ടാറ്റോ ബോയിൽഡ് ചെയ്തിട്ട് സ്മാഷ് ചെയ്തിട്ട് വെച്ചതാണ്. ഇനി നമുക്കതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കാം. ഒരു പാൻ വെച്ചു, 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു. ശേഷം ഉള്ളി ആഡ് ചെയ്തു. ശേഷം പച്ചമുളക്, ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഗാർലിക്, ആവശ്യത്തിന് ഉപ്പും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ, നന്നായിട്ട് ഇളക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല. പൊട്ടാറ്റോ കൂടുതലും ഉള്ളി കുറവായിരിക്കണം ഇതിന് വേണ്ടത്. അതിനുശേഷം ബോയിൽഡ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ അത് ഒന്ന് ആഡ് ചെയ്യാം. ഞാൻ 4 കോഴിമുട്ട എടുത്തു. പക്ഷെ എനിക്ക് 4 ആവശ്യം വന്നില്ല. അതായത് ഇതിൻ്റെ ഫില്ലിങ് കുറഞ്ഞു പോയി. അപ്പോൾ പിന്നെ ബാക്കി അവിടെ എടുത്ത് വെച്ച് ഞാൻ ഒരു മുട്ടയും പിന്നെ ഒരു 1/2 മുട്ടയും, അങ്ങനെ 1.5 ആവശ്യം വന്നുള്ളൂ. ബാക്കിയൊക്കെ അവിടെ എടുത്ത് വെച്ചു. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒരു ഉള്ളി എന്നുള്ളത് 2 ഉള്ളി ആക്കാം. പിന്നെ 3 പൊട്ടാറ്റോ ആണ് ഞാൻ എടുത്തത്, അതൊരു 5 എണ്ണറ്റ് ആക്കാം. നന്നായിട്ട് കുത്തി അടച്ച് റെഡിയാക്കാം. ഇനി നമുക്കതൊന്ന് ചൂടാറിയതിന് ശേഷം കൈൻ്റെ ഉള്ളിനടിയിൽ വെച്ചിട്ട് പരത്തിയിട്ട് കോഴിമുട്ടൻ്റെ കഷ്ണം, അതായത് ഒരു മുട്ട 4 പീസാണ് ആക്കിയത്. നിങ്ങൾക്ക് 2 പീസ് ആക്കണമെങ്കിൽ ആക്കാം. അപ്പോൾ വലിയതായിരിക്കും. ഇത് തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 2 പീസൊക്കെ ആക്കണമെങ്കിൽ ഭയങ്കര വലുപ്പമായിരിക്കും. അതിനൊന്നും ആവശ്യമില്ലല്ലോ. എപ്പോഴും ചെറുതല്ലേ നല്ലതായിരിക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് റോൾ ചെയ്തിട്ട് ഉരുട്ടി എടുക്കുക. നന്നായിട്ട് തന്നെ ഉരുട്ടുക. ഞാൻ ഉരുട്ടിയിട്ടുണ്ട്. എന്നിട്ടത് മൈദപ്പൊടിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക, അതായത് ഫ്ലോറിൽ. അതിനൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അലിഞ്ഞു പോകില്ലേ. അതിനുശേഷം 2 മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യണം. അടിച്ചു വെച്ചതായിരുന്നു, അതിലൊന്ന് ഡിപ്പ് ചെയ്യുക. മൈദപ്പൊടിയിൽ ഇടാതെ മുട്ടയിൽ മുക്കുമ്പോൾ ഒരു അലിഞ്ഞ പോലെ ഉണ്ടാകും. ഇതിപ്പോൾ മൈദപ്പൊടിയിലൊന്ന് റോൾ ചെയ്തിട്ട് അങ്ങനെ ഇടുമ്പോൾ കുഴപ്പമില്ല. എന്നിട്ടൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഞാൻ 4 മുട്ട എടുത്തത്, പക്ഷെ ബാക്കി വന്നു. പക്ഷെ അത്ര മതി, നമ്മൾ അധികം ആരും ഇല്ലല്ലോ, കുറച്ച് മതി. പേരിനൊന്നും ഉണ്ടാക്കണതല്ലേ. ഒരു പാൻ വെച്ചു, ഓയിൽ ഒഴിച്ചു. ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുമല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നമ്മുടെ മുട്ട കബാബ് ഇവിടെ
റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.